എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. വെളിപ്പാട് 13-7 മുതൽ 10 വരെ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി. മൃഗത്തെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകതകൾ, ഭൂമിയിൽ അത് വരുത്തുന്ന വിനാശങ്ങൾ, അതിനോട് ചേർന്ന് നിൽക്കുന്നവർ, എതിർക്കുന്നവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വേദഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ഇന്ന് വായിച്ച ഭാഗത്ത് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട് എന്ന് മൃഗത്തെ ആരാധിക്കുന്നവർ അത്ഭുതം കൂറുന്നു. ഒരു തരത്തിൽ ഇത് ഇയ്യോബിൻ്റെ പുസ്തകം 41-ാം അധ്യായത്തിൽ കാണുന്ന ലവ്യാധ്യാനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രതിധ്വനി പോലെയുണ്ട്. ഭൂമിയിൽ അവന് തുല്യനായി ആരുമില്ല. അങ്ങനെയാണ് ഇയ്യോബ് 41-ന്റെ 33-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഈ പരാമർശത്തെ ഭരണകൂടത്തെക്കുറിച്ച് ലവ്യാധാൻ എന്ന ശീർഷകത്തിൽ തോമസ് ഹോബ്സ് എഴുതിയ പുസ്തകത്തിൻ്റെ ആപ്തവാക്യമായി സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ വേദപുസ്തകം ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രതിധ്വനിയായും ഇതിനെ കണക്കാക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യവും 89-ാം സങ്കീർത്തനവുമൊക്കെ ഇതിനോട് ചേർന്ന് നമുക്ക് വായിക്കാം. അപ്പോൾ സമ്പൂർണവും അജയ്യവുമായ ഭരണകൂടത്തിൻ്റെ അധികാരത്തെ ആരാധിക്കുന്നവർ മഹാസർപ്പത്തിൻ്റെ ശൂന്യമാക്കുന്ന ശക്തിയെ സൃഷ്ടിയുടെ ദൈവത്തിൻ്റെ ശക്തിയായി സംശയിക്കുന്നു. റോമാ ഭരണകൂടത്തെ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും അതുപോലെ വികാസത്തിൻ്റെയും സൃഷ്ടാവായി അതിൻ്റെ ആരാധകർക്ക് തോന്നാം. നാശകരമായ സാത്താന്യ സത്തയെ മറച്ചുകൊണ്ട് ആരാധന ആവശ്യപ്പെടുന്നതിലൂടെ ദൈവത്തെ അനുകരിക്കുന്നതിൽ റോമാ സാമ്രാജ്യം വിജയിച്ചു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ആകർഷകമായ മഹിമയെ ഭേദിച്ച് റോമൻ ഭരണകൂടത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണുന്നതിനും അത് സാത്താന്യ ശക്തിയുള്ള മൃഗമാണെന്ന് മനസ്സിലാക്കുന്നതിനും യോഹന്നാനെ പോലെ നാട് കടത്തപ്പെട്ട തടവുകാരായ പ്രവാചകർ ആവശ്യമാണ്. ഈ ശക്തി അനുകരണത്തിലാണ് നിൽക്കുന്നത് എന്നതിനാൽ അതിൻ്റെ മുഖം മൂടി മാറ്റേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു അനാവരണത്തെ തടസ്സപ്പെടുത്താൻ രണ്ടാമതൊരു മൃഗം സഹായത്തിനെത്തുന്നു. 9-ാം വാക്യം മുതൽ അതാണ്. മൃഗം അജയ്യമെന്ന തോന്നലിൽ നിരാശരായവർക്ക് ദൈവം സിംഹാസനം ഉപേക്ഷിച്ചിട്ടില്ല എന്ന ഉറപ്പ് യോഹന്നാൻ നൽകുന്നു. ദൈവത്തിൻ്റെ ഗുണം തനിക്ക് ആരോപിക്കുന്നതിലൂടെ മൃഗം ദൈവത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും, അതായത് സ്വർഗത്തിൽ പൗരത്വമുള്ളവരും മൃഗത്തെ ആരാധിക്കാൻ വിസമ്മതിക്കുന്നവരും ആയവരെയും ദുഷിക്കും എന്ന് രേഖപ്പെടുത്തുന്നു. അത് വിശുദ്ധന്മാരോട് പോരാടുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യും. കുഞ്ഞാടിനെ പോലെ
മൃഗം എല്ലാ ഗോത്രങ്ങളെയും ജനതകളെയും ഭാഷക്കാരെയും രാഷ്ട്രങ്ങളെയും അടക്കി ഭരിച്ചിരുന്നുവെന്നും എന്നാൽ 42 മാസക്കാലത്തേക്ക്, അതായത് പരിമിത കാലത്തേക്ക് ലഭിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് ചെയ്യുന്നതെന്നും യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ സ്വേച്ഛാധിപത്യത്തിൻ്റെ സർവശക്തിയെക്കുറിച്ചുള്ള സ്വപ്നത്തിന് സമയപരിധിയുണ്ട്. അധികാര ദുർവിനിയോഗത്തിന് സമയപരിധിയുണ്ടെന്ന് റോമൻ ഭരണകൂടത്തെ ഇൻഡയറക്റ്റായി വിമർശിച്ചുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ ദർശനം ആവിഷ്കരിക്കുന്നത്. എങ്കിലും അറുക്കപ്പെട്ട കുഞ്ഞാടിനോട് ചേർന്ന് നിൽക്കുന്നതും വിശ്വാസത്തിൽ സഹിച്ചു നിൽക്കുന്നതും അതിൻ്റെ വിലയായ കഷ്ടത സഹിക്കുന്നതും വളരെ വിഷമമായിരിക്കും. 10-ാം വാക്യം അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാം, തങ്ങളുടെ സുരക്ഷിതത്വത്തിൽ തൽപരരായവരെല്ലാം മൃഗത്തിൻ്റെ മുൻപാകെ വീണ് അതിനെ നമസ്കരിക്കും. എന്നാൽ കുഞ്ഞാടിൻ്റെ മശിഹാ പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടവർ മൃഗത്തിൻ്റെ തന്ത്രങ്ങളെയും വാഗ്ദാനങ്ങളെയും അത്ഭുതങ്ങളെയും ശരിക്കും മനസ്സിലാക്കും. തടവിൽ അടയ്ക്കപ്പെടൽ, വാളിനാൽ കൊല്ലപ്പെടുക പോലും അവരുടെ ഭാഗധേയമായി തീർന്നേക്കും. ഇരമ്യാവ് ദൈവത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ ഉപയോഗിച്ച വാക്കുകൾ 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, അതുപോലെ 43-ാം അധ്യായത്തിലും വായിക്കുന്നു. വിശ്വസ്തരായ ക്രിസ്ത്യാനികൾക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. തികഞ്ഞ ഇച്ഛാശക്തിയോടെ സഹിച്ചു നിൽക്കുന്നതിന് ഒരാഹ്വാനമായി യോഹന്നാൻ ഇതിനെ മാറ്റുന്നു. യോഹന്നാൻ മായാഭ്രമങ്ങൾ കൊണ്ട് വിശ്വാസികളെ ഒരിക്കലും ആശ്വസിപ്പിക്കുകയോ ആകർഷിക്കുകയോ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. രക്തസാക്ഷികളായി തടവും മരണവും സഹിക്കുന്നതാവും വിശ്വാസത്തിന് കൊടുക്കേണ്ട വില എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹിച്ച് നിൽക്കുന്നതിനുള്ള കാരണം മറ്റൊന്നാണ്. മശിഹാ കുഞ്ഞാടിനെ പോലെ നിങ്ങൾ വധിക്കപ്പെട്ടേക്കാം, എന്നാൽ അവൻ്റെ വകയായാൽ നിങ്ങൾ ജീവനുള്ളവരാണ്. നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഒരു പീഡകനും അത് മാറ്റാൻ കഴിയില്ല. ജീവപുസ്തകം എന്ന ഒരു പ്രതീകം പ്രത്യക്ഷപ്പെടുന്നത് സങ്കീർത്തനം 69-ലും ദാനിയേലിൻ്റെ പുസ്തകം 12-ലുമൊക്കെയാണ്. അതുപോലെ ഇവിടെയും പീഡനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ജീവൻ്റെ പുസ്തകം നമ്മൾ കാണുന്നത്. ക്രൂശിക്കപ്പെട്ട യേശുവായി പുതിയ നിയമത്തിൽ മനസ്സിലാക്കുന്ന 69-ാം സങ്കീർത്തനത്തിലെ പീഡിതനായ ദാസൻ പീഡകർ നീതിയുള്ളവരായി നടിക്കാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പാരമ്പര്യം തെരഞ്ഞെടുപ്പും ശിക്ഷാവിധിയും മുൻ നിർണയോപദേശവുമാക്കി ഇതിനെ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ മുന്നറിയിപ്പ് ആഹ്വാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ ജീവൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത്. മൃഗത്തിന് കീഴടങ്ങരുത് എന്നും സമാധാനത്തിൻ്റെയും നീതിയുടെയും സ്രോതസ്സാണ് അത് എന്ന നുണ വെളിവാക്കപ്പെടുമെന്നും യോഹന്നാൻ വ്യക്തമാക്കുന്നു. മരണശക്തിയെ ആരാധിക്കുന്നവരുടെ പേര് കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടില്ല. അതുകൊണ്ട് ആത്യന്തികമായി ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ലഭിക്കാൻ പോകുന്ന വലിയൊരു പ്രതിഫലം അതെന്താണ് എന്ന് തൻ്റെ ദർശനത്തിലൂടെ യോഹന്നാൻ സഭയോട് പറയുന്നു. പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും നിരാശയുമൊക്കെ അന്നും ഇന്നും എക്കാലത്തും ഭൂമിയിലുള്ളതാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ തകർന്നു പോകരുതെന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലും ഉറപ്പും വെളിപ്പാട് പുസ്തക രചയിതാവ് അന്നത്തെ സഭയ്ക്ക് നൽകിയത് ഇന്നും കാലികമായ സഭയ്ക്കും സമൂഹത്തിനും ഒരു വലിയ പ്രചോദനമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ഈ മൃഗത്തിന് തുല്യമായ ആകർഷണീയമായ
മറ്റ് പല ഭാവങ്ങളും രൂപങ്ങളും പ്രതീകങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആത്യന്തികമായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ അർത്ഥം ഗ്രഹിപ്പാൻ ഇടയാക്കുന്നല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലും കർത്താവിൻ്റെ കരുണയും കൃപയും കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ആവശ്യങ്ങളിലും ഭാരങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ശാരീരികമായി ബലഹീനതയോടും ഭാരത്തോടും കൂടെ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുതലിൻ്റെ നായകനായി കൂടെ ഉണ്ടല്ലോ. വേണ്ടപ്പെട്ടവരുടെ വേർപാടിൽ വിലപിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായകനായി ഒപ്പം ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയാൽ പിന്നിട്ട നാൾ വഴികളിലെ കൃപ തുടർന്നും അനുഭവിപ്പാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും ആലോചനയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.